നമസ്കാരം. FCRA അഥവാ വിദേശ സംഭാവന നിയന്ത്രണ നിയമഭേദഗതി ബില്ലിനെതിരെ ശക്തമായ ആശങ്ക പ്രകടിപ്പിച്ച് സീറോ മലബാർ കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ നിലനിൽപ്പ് ദുഷ്കരമാക്കുന്നതാണ് പുതിയ ബില്ലെന്നും ഇത് പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിൽ ഏകാധിപത്യപരമായ അധികാരം നൽകുന്നതാണെന്നും ഇത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും കർദിനാൾ ചൂണ്ടിക്കാട്ടി. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ പോലും സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയ ഭേദഗതി നിലവിലുള്ള പ്രതിസന്ധി വർദ്ധിപ്പിക്കും. യഥാർത്ഥ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സംഘടനകളെ ബിൽ ബാധിക്കില്ലെന്ന് സർക്കാർ പറയുമ്പോഴും നിർബന്ധിത മതപരിവർത്തനങ്ങളെ ലക്ഷ്യമിടുന്നുവെന്ന ആഭ്യന്തര സഹമന്ത്രിയുടെ പ്രസ്താവന ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവ സ്ഥാപനങ്ങളെ കണ്ടുകെട്ടാനും നിരോധിക്കാനും ബിൽ അധികാരം നൽകുന്നുവെന്നും നിലവിലെ നിയമങ്ങൾ തന്നെ കർശനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ 10,000-ലധികം NGO-കളുടെ ലൈസൻസുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അവിടങ്ങളിലെ MP-മാർ പാർലമെന്റിലില്ലാത്ത സമയത്ത് ബില്ല് അവതരിപ്പിച്ചത് ശരിയായ നടപടിയല്ല എന്നും കർദിനാൾ അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ലാത്തതും ന്യൂനപക്ഷ സംരക്ഷണം ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നായിരിക്കെ ക്രൈസ്തവർക്കിടയിൽ അസ്വസ്ഥത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. FCRA ബിൽ കൂടാതെ ഈസ്റ്റർ ദിനങ്ങളിൽ പരീക്ഷകൾ നടത്തുകയും പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിൽ അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പ് പരിശീലനം നൽകുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെന്നും കർദിനാൾ പറഞ്ഞു. വിശുദ്ധ ഭാരതത്തിലെ ഈ സുപ്രധാന ദിവസങ്ങൾ ക്രൈസ്തവർക്ക് അതിപ്രധാനമാണ്. ഈ വിഷയങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനായി KCBC ഓൺലൈനായി യോഗം ചേരുമെന്നും ബില്ലിൽ പുനഃപരിശോധന വേണമെന്ന ആവശ്യം ശക്തമാക്കുമെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നതും നിയന്ത്രണങ്ങൾ വരുന്നതും ആശങ്കാജനകമാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ മറ്റു മാർഗങ്ങളുണ്ടെന്നും എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും അത് ഭരണാധികാരികളുടെ മികവാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബില്ലിനെക്കുറിച്ച് സഭയുമായി തന്റെ അറിവിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ചർച്ചകളുടെ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നും കർദിനാൾ ക്ലീമീസ് കാത്തോലിക്ക ബാവ മാധ്യമങ്ങളോട് പറഞ്ഞു. സഭ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്ന രീതിയിലല്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം വിദേശ സംഭാവന നിയന്ത്രണ നിയമഭേദഗതി ബില്ലിൽ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ചർച്ചകൾക്കില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. വിദേശ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക മാത്രമാണ് നിയമഭേദഗതിയുടെ ലക്ഷ്യമെന്നും കോൺഗ്രസും CPM-ഉം ചേർന്ന് നടത്തുന്ന നുണപ്രചരണമാണ് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ അനാവശ്യമായ ആശങ്കകൾ ഉണ്ടാക്കുന്നതെന്നും മന്ത്രി ഡൽഹിയിൽ ആരോപിച്ചു. അതേസമയം മന്ത്രിയുടെ വാദം സത്യമല്ലെന്നും സഭയുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ പ്രതികരിച്ചു. വിദേശത്തു നിന്നുള്ള ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നതിൽ കർശനമായ മേൽനോട്ടം ഉറപ്പാക്കുകയാണ് ബില്ലിന്റെ മുഖ്യ ലക്ഷ്യമെന്നും കിരൺ റിജിജു പറഞ്ഞു. ചില രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ക്രൈസ്തവ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും ഇതിനെതിരെ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും വിദേശ പണം സ്വീകരിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടിയാണ് ബില്ലിന്റെ ഭേദഗതി വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത്രയധികം അസ്വാരസ്യങ്ങൾ വിവിധ സഭാ നേതൃത്വങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്.